ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് മിനിയേച്ചർ ബോട്ടിൽ ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറമേ നിന്ന് ബോട്ടിൽസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ള ബോട്ടിൽസ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഹോമിയോയിലെ മെഡിസിൻ്റെ ബോട്ടിൽസുകളുണ്ടാവും. അതുപോലെ നമ്മുടെ വീട്ടിൽ മീഡിയം സൈസിലുള്ള അത്തർ ബോട്ടിൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടിൽസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സ്റ്റിക്കറൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അടപ്പൊക്കെ എടുത്ത് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെയുള്ള ബോട്ടിൽസിൽ പുറമേയുള്ള ആ അടപ്പൊക്കെ നമുക്ക് കട്ടൻ ബ്ലർ ഉപയോഗിച്ച് എടുത്ത് മാറ്റാം. അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിന്ന് മിനിയേച്ചർ ബോട്ടിൽ ക്രാഫ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. അടുത്ത ബോട്ടിൽ ഞാൻ സാധാരണ സാൾട്ട് വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. കുറച്ച് സാൾട്ട് നമ്മൾ എടുക്കുക, എന്നിട്ട് ഓരോന്നിലേക്ക് ഓരോ കളർ വീതം അക്രലിക്കിൻ്റെ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പെയിൻറ്റ് എടുത്തുകൊണ്ട് ചെറുതായിട്ട് കളറ് കിട്ടിയിട്ടുള്ളൂ. കുറച്ച് അധികം പെയിൻറ്റ് എടുക്കാം, അപ്പോൾ നന്നായിട്ട് ഉപ്പ് കളറ് കിട്ടും. ഓക്കെ, എനിക്കിതാ ഇത്രയും കളറ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് കളർ ഇടാൻ വേണ്ടിയിട്ട് നോർമൽ സാൾട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഓരോരോ കളർ വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ബോട്ടിൽസിനും ഞാൻ കോർക്കിന് പകരമായിട്ട് നമ്മുടെ നോർമലി ഉള്ള മരത്തിൻ്റെ ചെറിയ പീസ് എടുത്ത് ബോട്ടിലിൻ്റെ ഹോളിൻ്റെ സൈസ് കറക്റ്റാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. കോർക്കില്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും. ഈ ഒരു ബോട്ടിലിൽ ഞാൻ ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ക്രീം, ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ക്രീം യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് കുറച്ച് അക്രലിക്കിൻ്റെ റെഡ് കളർ കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റ് ലെയറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് കോട്ടണുകൾ എടുത്ത് പലവിധം കളറുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെയിൻബോൻ്റെ കളർ യൂസ് ചെയ്യാം. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് സെലക്ട് ചെയ്തിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളറുകൾ ചൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വർക്കിന് അധികം ചിലവൊന്നുമില്ല, വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ അവസാനമായിട്ട് ചെയ്യുന്നത് ബോട്ടിൽസിൻ്റെ പുറം ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ചെറിയ കട്ടിയിലുള്ള നൂലുകൾ കിട്ടുകയാണ് ഇതുപോലെ നമുക്ക് കെട്ടിക്കൊടുക്കാം, പുറം ഭാഗം ഡെക്കറേറ്റ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള നൂലുകൾ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എംബ്രോയ്ഡറി ഇല്ലേ, നമ്മുടെ എംബ്രോയ്ഡറിയുടെ നൂല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ബാക്കിയുള്ളതൊക്കെ എംബ്രോയ്ഡറി നൂലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓരോ ബോട്ടിലിൻ്റെയും സൈസിനനുസരിച്ച് ഓരോ നൂല് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, പിന്നെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ദിവസം മറ്റ് ക്രാഫ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.